ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 16 തീയതി പന്തക്കുസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ 2ാം ദിവസം. ഇന്നും ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെയാണ് പ്രാർത്ഥനകൾ ചൊല്ലേണ്ടത്. 2ാം ദിവസം നമ്മൾ 1000 തവണ ചൊല്ലാനായിട്ട് ഈശോ തന്ന ഒരു സുകൃതജപം, 2ാമത്തെ സുകൃതജപം പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നതാണ്. കഴിയുന്നവർ കഴിയുന്നതുപോലെ ഈ ഒരു സുകൃതജപം ഉരുവിട്ട് പരിശുദ്ധാത്മാവിൽ ശരണം പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇന്നും ആദ്യത്തെ പോലെ തന്നെയാണ് മനസ്താപ പ്രാർത്ഥനയും. ആ ഓഡിയോ തന്നെ ഇട്ട് കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും എല്ലാം ആദ്യത്തെ പോലെ തന്നെ. അതിനുശേഷം നമ്മൾ സമാപന പ്രാർത്ഥന ആദ്യത്തെ ദിവസം പോലെ ചൊല്ലി സമാപന പ്രാർത്ഥനയും അവസാനിപ്പിക്കും. ഇന്നത്തെ വചനങ്ങൾ വായിക്കേണ്ടത് ഗലാത്യ 4 മുതൽ 9 വരെ. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 17 20 മുതൽ 23 വരെ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ നൊവേന 2ാമത്തെ ദിവസത്തെ ചൊല്ലേണ്ട സുകൃതജപം പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്നത്. കർദിനാൾ ന്യൂമാൻ പരിശുദ്ധ രൂപിയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് മതത്തിലെ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടവനാണ്. അങ്ങനെ കത്തോലിക്ക സഭയ്ക്കെതിരായ ശക്തമായ മുൻവിധികളും അദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുപ്രായത്തിൽ തന്നെയും തൻ്റെ മതം ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി. അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ സഭയെ കണ്ടെത്താൻ അദ്ദേഹം വർഷങ്ങൾ ചെലവിട്ടു. ചരിത്രം വായിച്ചു, വിശുദ്ധരായ പല പ്രമുഖരോടും വാദിച്ചു, പണ്ഡിതന്മാരുടെ ഉപദേശം തേടി. പക്ഷെ എല്ലാം നിഷ്ഫലമായി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശത്താൽ പ്രസാദിപ്പിക്കപ്പെട്ട ദൈവം ഒരു ദിവസം അദ്ദേഹത്തിനൊരു പ്രേരണ കൊടുത്തു. ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് കഠിനാധ്വാനം ചെയ്തു, ഒത്തിരി പഠിച്ചു, നിരവധി പുസ്തകങ്ങൾ വായിച്ചു, നല്ല സുഹൃത്തുക്കളായി സംവദിച്ചു. പക്ഷെ ഒന്നു മാത്രം ചെയ്തില്ല, നന്നായിട്ട് പ്രാർത്ഥിച്ചില്ല. ദൈവത്തിൻ്റെ പ്രകാശവും മാർഗനിർദ്ദേശവും ഞാൻ ആവശ്യാനുസരണം നേടിയില്ല. അദ്ദേഹം ഈ പ്രേരണ ലഭിച്ച ഉടനെ മുട്ടിന്മേൽ വീണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് അറിയാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ദിവ്യമായ ദർശനം കിട്ടുന്നത് കത്തോലിക്ക സഭയെക്കുറിച്ച്. തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം കുറച്ച് വരികൾ കുറിച്ചു വെച്ചു. മാനസാന്തരം ഉണ്ടായ ഉടനെ തന്നെ ആ വരികളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സദയം നയിക്കൂ പ്രകാശമേ, ഈ കൂരിരുൾ മധ്യേ അങ്ങനെ മുന്നോട്ട് നയിച്ചാലും. രാത്രി കനത്തു ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് വിദൂരത്തും. അങ്ങനെ മുമ്പോട്ട് നയിച്ചാലും. എൻ കാലുകൾ കാത്തുകൊള്ളുക വിദൂര ദൃശ്യം കാണാൻ. ആഗ്രഹമില്ലെനിക്ക്, ഒരു ചുവട് മാത്രം മതി എനിക്ക്. അങ്ങയെ തേടിയുമില്ല, മുന്നോട്ട് നയിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുമില്ല. ഞാനെൻ വഴി തേടി ചരിച്ചു, എന്നാലിപ്പോൾ അങ്ങനെ മുന്നോട്ട് നയിച്ചാലും. മോടിയെ ഞാൻ തേടി, പേടിയും പകയും അഹന്തയും എൻ മനോഗതിയുണ്ടാക്കി. പൂർവ്വകാലം ഞാൻ മറന്നു, ദീർഘകാലം അവിടുത്തെ ശക്തി എനിക്ക് അനുഗ്രഹമായി. അതെന്നെ ഇനിയും നയിക്കുമെന്നുറപ്പുണ്ട്. ചതുപ്പിലും നിലത്തിലും പാറയിലും വെള്ളച്ചാട്ടത്തിലും രാത്രി യാത്രയാകും വരെ, പുലരിയോടൊപ്പം മാലാഖമാർക്കൊപ്പം പുഞ്ചിരിക്കും വരെ. അതാണ് ഞാനേറെ കൊതിച്ചതും തെല്ലുനേരം നഷ്ടമാക്കിയതും. ഇത് മാനസാന്തരം ലഭിച്ച ഉടനെ കിട്ടിയ വരികളാണ് അദ്ദേഹം കുറിച്ചു വെച്ചത്. പ്രിയ സഹോദരങ്ങളെ, സത്യം നമുക്ക് പല വലിയ വ്യക്തികളിൽ നിന്നും കിട്ടിയില്ലെങ്കിലും, ഒന്നിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോ ബുദ്ധി പ്രകാശിപ്പിക്കാൻ? ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ പ്രകാശം അയച്ചു തരും.
കർദിനാൾ പിന്നീട് കത്തോലിക്ക വിശ്വാസിയായ 1000-ലേറെ പ്രൊട്ടസ്റ്റൻ്റ് പുരോഹിതന്മാരും അൽമായരുമൊക്കെ അദ്ദേഹത്തോടൊപ്പം മാനസാന്തരപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പരിശുദ്ധാത്മാവാകുന്ന പ്രകാശത്തെ, ജ്ഞാനത്തെ അയച്ചു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാൻ പറ്റാണ്ടാകുമ്പോൾ, സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ, നീറിപ്പുകയുമ്പോൾ, താഴ്ത്തപ്പെടുമ്പോൾ എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നമ്മെ ഇതെല്ലാം സഹിക്കാൻ, യേശു കാണുന്ന കണ്ണുകളിലൂടെ കാണാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവാകുന്ന പ്രകാശം എനിക്ക് അയച്ചു തരണമേ, വെളിവ് ലഭിക്കാൻ, വ്യാഖ്യാനം ലഭിക്കാൻ, തിരിച്ചറിവ് ലഭിക്കാൻ എല്ലാം പരിശുദ്ധാത്മാവിന് അയച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥന ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥന എഴുതിയെടുക്കുകയോ എങ്ങനെയെങ്കിലും അത് നിങ്ങൾ സേവ് ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല പ്രാർത്ഥനയാണ്, പണ്ടത്തെ പ്രാർത്ഥനയാണ്. ഈശോ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. 2-ാമത്തെ ദിവസം മറക്കണ്ട, പരിശുദ്ധാത്മാവേ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് 1000 തവണ ചൊല്ലാൻ ശ്രമിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ജപം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചു തരണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ നൽകുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരണമേ. എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമുള്ള വിരുന്നേ, മധുരമുള്ള തണുപ്പേ, അലച്ചിലിൽ സുഖമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ എഴുന്നള്ളി വരണമേ. എത്രയും ആനന്ദത്തോടു കൂടിയായിരുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല. അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് വെച്ച് കെട്ടണമേ, രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ. രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, ആറിപ്പോയത് ചൂട് പിടിപ്പിക്കണമേ, വഴിതെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകണമേ. ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചരുളണമേ. ആമേൻ.